രാവിലെ തന്നെ നമ്മളിത് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മൊത്തം കോടയായിട്ടുണ്ട്. ഫുള്ള് കോട മഞ്ഞാണ് കേട്ടോ. നമ്മുടെ ഇറ്റാച്ചൊക്കെ ഇതാ കോട മഞ്ഞിലിങ്ങനെ പൊതഞ്ഞ് കിടക്കുകയാണ്. നമ്മളെ പ്ലാന്റ് ഒന്നും കാണുന്നില്ല. അവിടെയൊക്കെ മൊത്തം കോട ബാധിച്ചിരിക്കുന്നു. അതൊരു അടിപൊളി വ്യൂ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കാഴ്ച. രാവിലെ തന്നെ നമ്മുടെ പ്ലാന്റ് 4:30 തുടങ്ങിയിട്ടുണ്ട്. മിക്സൊക്കെ ഇതാ നിറച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലോഡറാണ് ഇന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. JCB കംപ്ലൈൻ്റ് ആണ്. ഇതൊക്കെ ഫില്ലാക്കി വെച്ച വണ്ടികളാണ് കേട്ടോ. പക്ഷെ കോട മഞ്ഞ് മാറുന്നില്ല. നല്ല അതിയായ കോടയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ആയി വീഡിയോ കാര്യങ്ങളൊന്നും ഇടാത്തത്. പക്ഷെ ഇന്നത്തെ ഒരു പ്രതിഭാസം കണ്ട് വീഡിയോ ഇട്ടതാണ്. മൊത്തത്തിൽ കോടയാണ് നമ്മുടെ സൈറ്റ് മൊത്തം. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ ഓട്ടോ ചായ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചായ നല്ല പുട്ടും മുട്ടക്കറിയുമാണ്. അപ്പോൾ നമ്മുടെ ആശാമ്പാടത് ഇവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ഇതാ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം രാവിലെ 8 മണിയായിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ കോടക്ക് ഒരു കുറവുമില്ല കേട്ടോ. നമ്മുടെ ലോഡർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സോനിയ ചേട്ടനതാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശാനാണ് ലോഡറിൻ്റെ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞിതാ വീണ്ടും സൈഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് GSBയിലാണ് പണി. GSB സ്റ്റോക്കിൽ ഇവിടെ നമ്മുടെ സുനിയാട്ടനുണ്ട്. ഇപ്പോൾ രാവിലെ 4:30 തന്നെ തുടങ്ങിയതാണ്. നമ്മുടെ പ്ലാന്റിൻ്റെ കുറച്ച് ഏരിയ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി മൊത്തം കോടയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിരാവിലെ തന്നെ നമ്മുടെ സ്റ്റോക്കിലേക്ക് വേണ്ട മെറ്റീരിയൽസ് ആയിട്ട് ഇതാ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ ക്രഷർ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടിപ്പർ ഇതാ പ്ലാന്റിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോടമഞ്ഞ് പോയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് സൂര്യനൊക്കെ ഇവിടെ എത്തി. പക്ഷേങ്കിൽ ഒരു ചെറിയൊരു പൊട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കോടയാണ്. നമ്മുടെ ലോഡർ ഇവിടെ ഇതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിന്ന് കുറച്ച് സമയത്തേക്ക് നമ്മുടെ ലോഡറിലാണ് പണി. നമ്മുടെ JCB ഇതാ ഇവിടെ ടയർ പഞ്ചറായിട്ട് ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടയറിൻ്റെ ട്യൂബ് പോയതാണ്. ഇന്നലെ സൺഡേ ആയത് കാരണം സാധനം കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇന്ന് ശരിയാക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഇനിയിപ്പോൾ ലോഡർ എടുത്തിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അവസാനം നമ്മൾ ലോഡറിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഇതിനുള്ളിൽ കയറാൻ. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി വീഡിയോസ് ഒന്നും ഇടുന്നില്ല. നമ്മളെപ്പോഴും പ്ലാന്റിൽ തന്നെയാണ്. പ്ലാന്റിൽ നിന്ന് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പം ഇന്ന് മൊത്തത്തിൽ ഈ പ്ലാന്റ് നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമായത് കൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം ഏകദേശം ഒരു 8:30 കഴിഞ്ഞു. ഇപ്പോഴും നല്ല രീതിയിലുള്ള കോട മഞ്ഞ് തന്നെയാണ് ഇവിടെ. അത്യാവശ്യം നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോഡർ കൊണ്ട് ചെറിയ പണിയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ലോഡർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലോഡർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡർ എടുത്തിട്ടുണ്ട്. സൂര്യനൊരു പൊട്ട് പോലെ ആകാശത്ത് കാണാം. സൂര്യനെ പോലും തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കോട മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം ആവി പിടിച്ചു. ഗ്ലാസ്സിലൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ആദ്യത്തെ പണി തന്നെ ലോഡിംഗ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ആശാരിയുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ കോടയൊക്കെ മാറി കേട്ടോ. സൂര്യനൊക്കെ ഇതാ ഉദിച്ചു ഉയർന്ന് വരുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ചൊക്കെ ഇവിടെ ലോഡിങ്ങിൽ തന്നെയാണ്. നമ്മുടെ അടുത്ത പരിപാടി കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് തൂക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാനുണ്ട്.
അപ്പോൾ നമ്മുടെ ISMB എടുത്ത് അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് ISMB, നമ്മുടെ മോട്ടോർ ബ്രിഡ്ജിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയ സാധനമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ അതെടുത്ത് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഇതാ ഈ മൂലക്കായിട്ട് വയ്ക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം അതിന് വേണ്ടി ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബെൽറ്റ് ഇട്ട് അതിൽ തൂക്കിയെടുത്തിട്ട് വേണം നമുക്ക് അപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ. അപ്പോൾ നമ്മൾ ISMB ഇതാ തൂക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്രണ്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അവിടെയായിട്ട് നമ്മുടെ ISMB കൊണ്ടുവയ്ക്കാൻ. അപ്പൊ നമ്മുടെ വർക്കേഴ്സ് അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിന്റെ വർക്കേഴ്സാണ് ഇതൊക്കെ. ഇവിടെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കോടയൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ വെയിലും കാര്യങ്ങളൊക്കെ തന്നെ ചെറുതായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ISMB എടുത്തു കേട്ടോ. ഇനി അത്യാവശ്യം കുറച്ച് നീളം ജാസ്തി ഉണ്ട്, ഇത്രത്തോളം ഉണ്ട്. ഇങ്ങനെ പതിയെ പതിയെ നമ്മൾ സൈഡാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ISMB അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഏകദേശം നല്ല നീളമുണ്ട് കേട്ടോ. 15 മീറ്ററിന്റെ അടുത്തോളം നീളമുണ്ട്. അത്യാവശ്യം വലിയ സാധനം തന്നെയാണ്. ഇതുപോലത്തെ 3 പീസ് കൂടി ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ കൊണ്ടുവയ്ക്കണം. അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. ഇതൊക്കെ നമ്മുടെ മോട്ടോർ ബ്രിഡ്ജിന്റെ ഭാഗങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്റ്റീലുകളാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൽ ഇതാ മഴ പെയ്തു തുടങ്ങി. മെറ്റീരിയൽസ് നനക്കാൻ വേണ്ടി സ്പ്രേ ചെയ്ത് തുടങ്ങി. ഇപ്പൊ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പീസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട്. ഇനി ഒരു പീസ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവിടെയുള്ള പരിപാടി കഴിഞ്ഞു. ഇനി വേറെ കുറച്ച് ലോഡിങ്ങും കാര്യങ്ങളും തന്നെയുണ്ട്. ഇതൊക്കെ നമ്മുടെ FOBന്റെ പാർട്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ISMB മൊത്തം നമ്മൾ ഇവിടെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്താണെന്നറിയില്ല. മിക്കവാറും ലോഡിംഗ് ആയിരിക്കും. നമുക്ക് നമ്മുടെ GSB സ്റ്റോക്കിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ നേരെ GSB സ്റ്റോക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോഡർ അതാ അവിടെ തകൃതിയായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താറിന്റെ മെറ്റീരിയൽസ്. ഇവിടെ ലോഡിങ്ങിനായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കാറിന്റെ പ്ലാന്റ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മെറ്റീരിയൽസിൽ ഇതാ വെള്ളം വണ്ടി മുകളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ നമ്മുടെ ഇറ്റാച്ചി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സ്ലറി കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ കോരി ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്രത്തോളം കോരി ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്ലറി എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഫുൾ ടൈം നമ്മുടെ താറിങ്ങിൻ്റെ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം അത് ഈ കുണ്ട് നിറയുമ്പോൾ നമ്മളിങ്ങനെ കോരി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ലോഡർ നിറങ്ങിയിട്ട് JCB എടുത്ത് ആ വർക്കിലാണുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു കേട്ടോ. മൊത്തത്തിൽ ക്ഷീണം പിടിച്ചു. പൂറ ലുക്കാണ്. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വേണം മുടിയിലൊന്ന് റെഡിയാക്കാൻ. അങ്ങനെ അവസ്ഥയാണ്. നമ്മുടെ പ്ലാന്റ് ഇതാ ശാന്തമായി കിടക്കുന്നു. അവിടെ ലോഡർ ഇപ്പോൾ സ്ലറിയൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരു ആന വണ്ടി പോകുന്ന പോലെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വൈകുന്നേരമായിട്ടുണ്ട്. എങ്ങോട്ട് നോക്കിയാലും വണ്ടികളുടെ ഒരു പ്രവാഹം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ക്രഷറിൽ നിന്ന് ലോഡെടുത്ത് വരുന്ന വണ്ടികളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ ക്രഷറിൽ നിന്ന് മെറ്റീരിയലായിട്ട് വരുന്ന വണ്ടിയാണ്.
ലോഡർ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ പ്ലാന്റിലെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ GSB WM വർക്കാണ്. മുന്നിലായിട്ട് നമ്മുടെ വെള്ളം വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ ലോഡർ ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ച് ഇവിടുന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ ഇറ്റാച്ച് ഇവിടെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ലോഡർ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് പോകുന്ന WM ആണ്. നമ്മുടെ താറിങ്ങിന് മുന്നോടിയായിട്ട് വിരിക്കുന്ന മെറ്റൽ എന്ന് വേണേൽ പറയാം. അപ്പോൾ നമ്മുടെ ലോഡർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം നമ്മുടെ ഇറ്റാച്ച് ഇവിടുന്ന് മിക്സാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടികളൊക്കെ ഇതാ തിരിച്ചു വന്നു തുടങ്ങി സൈറ്റിലോട്ട് പോയാൽ. അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു.